இருக்கா പക്കത്തിൽ இருக்கா? ഓക്കെ ഓക്കെ. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, അല്ല ആനപുലിയാണോ വന്നാലോ. ഈ നിൽക്കുന്നതൊക്കെ റോസാ ചെടികളാണേ. അല്ല തിരികെ വരുമ്പോൾ ഹേ ഗൈസ്, അങ്ങനെ ഇന്നലെ ഞാൻ ഗ്യാപ്പ് റോഡ് പോകാമെന്ന് വെച്ചിട്ട് നടന്നില്ല. ക്യാമറ ഓഫായി പോയി, പിന്നെ കുറച്ച് ലേറ്റായി. അങ്ങനെ ഇന്നലെ കൂടി ഞാൻ ഇവിടെ മൂന്നാർ സ്റ്റേ ചെയ്തു. അങ്ങനെ ഇന്ന് രാവിലെ ഒരു സ്പോട്ടിലേക്ക് പോവുകയാണേ. ഇന്നലെ വരുന്ന വഴിക്ക് ഒരു കിടുക്കാച്ച് സ്പോട്ട് കണ്ടു. അപ്പോൾ എന്തായാലും രാവിലെ എണീച്ചിട്ട് നേരെ അങ്ങോട്ട് വന്നേച്ചു. നിങ്ങൾക്ക് എന്തായാലും ആ സ്പോട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെടും. ഒരു മനോഹരമായിട്ടുള്ള സ്പോട്ടാണേ. വേണമെങ്കിൽ ഒരു ഹിഡൻ സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൈയും കാലൊക്കെ മരവിച്ച് ഗൈസ്, വായി കൂടെയൊക്കെ പുക പോകുന്നു. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ചായക്കട വല്ലതും ഉണ്ടോ എന്ന് തിരക്കാം. ചേട്ടാ എനിക്ക് ചായക്കട എടുക്കാ പക്കത്തിൽ എടുക്കാ? ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര തണുപ്പത്ത് ഞാൻ മൂന്നാറിൽ കൂടെ ബൈക്ക് ഓടിച്ച് പോകുന്നത്. ഹെൽമെറ്റൊക്കെ ഇതടിച്ചിട്ട് കാണാൻ വയ്യ. എന്തായാലും ചായ കുടിച്ചോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒടുക്കത്തെ തണുപ്പ്. ഇവിടെ ഒരു ക്യാൻറ്റീൻ കണ്ടു. ചേട്ടാ ചായ ഉണ്ടോ? ചായ 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 നല്ല തണുപ്പ്. ചായ അല്ല തിരികെ വരുമ്പോൾ കട. ഇവിടെയൊക്കെ താമസിക്കുന്നവരെ സമ്മതിക്കണമല്ലേ, ഈ തണുപ്പത്ത് ജോലിക്കൊക്കെ പോകുന്നവരെ രാവിലെ എണീറ്റിട്ട്. സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്. ഇവിടെ നിന്ന് ആരുമില്ല. അപ്പോൾ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതുവഴി ചെറിയ അരുവിയൊക്കെ ഒഴുകുന്നുണ്ട്. ഇതിൻ്റെ മേലിൽ കൂടെ കോട എങ്ങനെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും കണ്ണിൽ കൂടെ. പിന്നെ ഇവിടെ മെയിൻ എന്ന് വെച്ചാൽ ആന എപ്പോൾ ആണോ വരാമെന്ന് പറഞ്ഞു. ഏത് വഴിയാണ് ആന വരണമെന്ന് അറിയത്തില്ല. അതായത് ഞാൻ ഇന്നലെ ആ സ്പോട്ടിലൊക്കെ പോയിരുന്നു കേട്ടോ. ഈ സൈഡിൽ കാണുന്ന മൊത്തം റോസാ ചെടികളാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ആരുമില്ല, ഞാൻ മുന്നോട്ട് പോയി കാണിച്ചു തരാം. ഇവിടെ ഒരു കിടിലൻ സ്പോട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഉള്ള സൗണ്ടെന്ന് വെച്ചാൽ ഈ വെള്ളം ഒഴുകുന്നില്ലേ, അതിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. വെള്ളത്തിൽ പോയാലും സീനില്ല. ഓക്കെ, ഇങ്ങനെ പയ്യെ പയ്യെ ഈ കാണുന്നതല്ല റോസാ കാടുകളാണ് കേട്ടോ. ഫുള്ള് റോസാപ്പൂവാണേ. സൂക്ഷിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. എവിടെ നിന്നാണ് ആന പറഞ്ഞതെന്ന് അറിയത്തില്ല. ഇതുവഴി ഇറങ്ങാം. ഞാൻ എന്താ ഇവിടെയാണ് ഇന്ന് കുളിക്കാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. ഈ 10 ഡിഗ്രി സെൽഷ്യസിൽ ഇന്ന് ഞാൻ ഇവിടെ ആയിരിക്കും കുളിക്കാൻ പോകുന്നത്. എൻ്റെ മോനെ, വെള്ളത്തിന് ഒടുക്കത്തെ തണുപ്പ് കേട്ടോ. നമ്മളെ ഫ്രീസറിൽ നിന്ന് അടുത്ത് ഒഴിക്കത്തില്ലേ, അതുപോലെ ഇരിക്കുന്നു. അവിടെ നോക്കിയാൽ ഒറ്റപ്പെട്ടൊരു മരം നിൽക്കുന്നത് കാണാം. നല്ല രസമുണ്ട്, നല്ലൊരു ഫ്രെയിമാണ്. പുറത്തുനിന്നുള്ള ആരും ഇവിടെ കയറ്റത്തില്ല കേട്ടോ. കയറ്റിയാൽ ഇവിടെ ആൾ കൂടുന്ന കണ്ടാൽ, ഇപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാൾ ബൈക്കിൽ കയറി ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും വണ്ടി കയറ്റും, പിന്നെ അത് സീനാവും. അതുകൊണ്ടാണ് ഇവിടെ ആരെയും കയറ്റാത്തത്. ആരും കയറി ഇറങ്ങാത്തത് കൊണ്ട് ഈ സ്ഥലമൊക്കെ ഇത്രയും മനോഹരമായിട്ട് കിടക്കുന്നു. നല്ല ഫോട്ടോഗ്രാഫിയൊക്കെ പറ്റിയ കിടിലൻ ഫ്രെയിമാണ്. അതുപോലെ ഇവിടെ മരപ്പാലമൊക്കെ വെച്ചിട്ടുണ്ട് ക്രോസ് ചെയ്ത് പോകാനായിട്ട്. ഞാൻ രാവിലെ ഷൂ ഇട്ടില്ല, നോർമൽ ചപ്പലാണ് ഇട്ടെ. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് കാലിലോട്ടൊക്കെ അടിച്ച് കയറുന്നുണ്ട്. കാലെല്ലാം മരവിച്ചേ. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്, അല്ല ആനപുലിയാണോ വന്നാലോ. ഈ നിൽക്കുന്നതൊക്കെ റോസാ ചെടികളാണേ. ഓക്കെ ഗൈസ്, അങ്ങനെ ഡ്രസ്സൊക്കെ ഇവിടെ അഴിച്ചു വെച്ചു. ഇനി ഞാൻ ഈ തണുത്ത വെള്ളത്തിലൊന്ന് മോർണിംഗ് ബാത്ത് നടത്തട്ടെ, എങ്ങനെയുണ്ടോ നോക്കട്ടെ.
ഗൈസ് അങ്ങനെ കുളിയും നനയൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സ്ഥലം വിടണം. നമ്മുടെ ഹിമാലയൻ അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഈ വെള്ളത്തിൻ്റെ മണ്ടയിൽ കൂടെയൊക്കെ കോട ഇങ്ങനെ പറന്നു പോകുന്നതാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഇത്. പക്ഷേ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് കൊള്ളായത് സംഭവം. ഗൈസ്, ഇവിടുത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടുത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നേരെ ഞാൻ പോകുന്നത് ഗ്യാപ്പ് റോഡിലോട്ടാണ്. അപ്പോൾ ചിലപ്പോൾ അത് നെക്സ്റ്റ് എപ്പിസോഡായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ബൈ പറയുകയാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സ്പോട്ട്. ഇനി എന്തായാലും ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങോട്ട് ഇറങ്ങാം.